ഹലോ. അപ്പോൾ ഇന്ന് രാത്രിത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചില സ്ഥലത്ത് കൊഞ്ച് അങ്ങനെയൊക്കെ പറയാം, നമ്മളവിടെ ചെമ്മീൻ എന്നാണ് പറയുക. അപ്പോൾ ചെമ്മീൻ നന്നായിട്ട് മുറിച്ച് വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് മുളകും മഞ്ഞളും ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ്. നമുക്കിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് 15 മിനിറ്റ് വെക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ അമ്മ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് വെക്കുക. മുളകും മഞ്ഞളും ഉപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ട്. അതിന് വേണമെങ്കിൽ റെസിപ്പി ഞാൻ കാണിക്കാം. അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് തേങ്ങ കലക്കി പാരുകയാണ് ചെയ്യുക. അമ്മ അപ്പുറത്തെ സൈഡായി ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ലാസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പം നന്നായിട്ട് ചെമ്മീനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം നന്നായിട്ടത് ഫ്രൈ ചെയ്ത് വന്നിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് തേങ്ങ വറുക്കാനായിട്ട്. അപ്പോൾ തേങ്ങ ഇട്ടുള്ളൊരു ചെമ്മീൻ പൊരിച്ചതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കി വന്ന ആ മസാല ഈ തേങ്ങയിലേക്ക് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം. അങ്ങനെ ആ മസാല മൊത്തം തേങ്ങയിലേക്ക് ആക്കുന്നുണ്ട്. നന്നായിട്ട് കുഴക്കണം കേട്ടോ. തേങ്ങേൻ്റെ എല്ലാ ഒരു ഇതിലേക്കും ആ മസാല എത്തണം. നന്നായിട്ട് ഞെരടണം കേട്ടോ. അങ്ങനെ ഞാൻ ഉള്ളിയും തേങ്ങയും ആ മസാലയും കൂടെ അങ്ങനെ കുഴച്ച് വെക്കുന്നുണ്ട്. ഇത് കുഴച്ചിട്ട് നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ചെമ്മീൻ ഫ്രൈ ആയിട്ട് മാത്രം അത് വാരി വെച്ചിട്ട് വേണം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ തേങ്ങ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളെ ചെമ്മീൻ ഞാനിത് മറച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലും നന്നായിട്ട് വേവണം. കുറച്ച് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും അത് വേവാനായിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില നമ്മളെ തേങ്ങയിലേക്ക് ഇടുന്നുണ്ട്. ചെമ്മീനിലേക്കും കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് വരും കറിവേപ്പില ഇടുമ്പം. അപ്പോൾ അപ്പുറത്തെ സൈഡ് ചെമ്മീൻ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ മുളകും തക്കാളിയും മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം ഇട്ടിട്ട് നമ്മൾ ചെമ്മീൻ വെന്ത് കഴിഞ്ഞിട്ടാണ് തേങ്ങേൻ്റെ അരപ്പ് അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ ആവുന്നുണ്ട്. ചെമ്മീൻ പൊരിക്കുന്ന അവിടെ ആവുന്നുണ്ട്. അവിടെ അപ്പുറത്തെ ചെമ്മീൻ കറി ആവുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ അങ്ങനെ അതവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളെ ചെമ്മീൻ ആവാനായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെമ്മീൻ ഒരു ബൗളിലേക്ക് നമുക്കത് മാറ്റണം. ഞാനിവിടെ ബൗള് നന്നായിട്ട് കഴുകി മസാല തേച്ച് തരുന്നു. ഞാൻ നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ വെള്ളമായി പോവും. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒരു തുണി, നല്ല ഡ്രൈ ആയിട്ടുള്ള തുണി എടുത്തിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ അങ്ങനെ തന്നെ നമുക്കതിലേക്ക് ഇടണം കേട്ടോ. ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ട് നമുക്കത് മാറ്റി വെക്കണം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ആ ചീഞ്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ തേങ്ങ നന്നായിട്ട് ഡ്രൈ ആവണം കേട്ടോ. നല്ല ക്രിസ്പി പോലെ ആവണം, എന്നാലേ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ഒരു തേങ്ങയും ചോറും മാത്രം മതി. ചെമ്മീൻ ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു തേങ്ങ കൂട്ടിയെങ്കിലും ചോറുന്ന അടിപൊളി ടേസ്റ്റാണ്. അപ്പം ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ തന്നെ അറിയിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ പാരഗൺ സ്റ്റൈൽ ഇതിപ്പോൾ ഈ ഒരു കളർ വരുന്നത് നമ്മൾ ഈ ചീൻചട്ടിയിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആക്കുന്നതുകൊണ്ടാണ്. നമ്മൾ അല്ലെങ്കിൽ കുറച്ചൊരു റെഡ് കളറാണ് ഉണ്ടാവുക. വേണമെങ്കിൽ കാശ്മീരി ചില്ലി കളർ നമ്മളിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ തേങ്ങയും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ല ഡ്രൈ ആവണം കേട്ടോ. അപ്പോൾ ഞാൻ അതിനിടയിൽ ടേസ്റ്റ് നോക്കുന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു ചോക്ലേറ്റ് കിട്ടി, അത് കഴിക്കുന്നുണ്ട് കേട്ടോ. വിശക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ആയിട്ട് വേണ്ടേ ഫുഡ് കഴിക്കാൻ. അപ്പോൾ അതിനിടയിൽ 2 ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ചോക്ലേറ്റ് അല്ല, അതൊരു ഓട്സിൻ്റെ ഒരു ബാറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് സ്ട്രോബെറിയും ഒന്ന് നോർമൽ ഓട്സും ആയിരുന്നു. ഇത് സ്ട്രോബെറീൻ്റെ ആണ്, മറ്റേത് നോർമൽ ഓട്സ് ആയിരുന്നു. രസമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ചു. അതിനുള്ളിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ചെമ്മീൻ തേങ്ങ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആ ചെമ്മീൻ തട്ടി കൊടുക്കുകയാണ്. ഇനി ചെമ്മീൻ ഇട്ടിട്ടും ഒന്ന് നന്നായിട്ട് ഇളക്കണം കേട്ടോ. ആ ചെമ്മീനും തേങ്ങയും ഒന്ന് മിക്സായി വരണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകരുത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്കൊന്നും ചേർക്കാനൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് കുറച്ച് ടൈം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് കഴിക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരുത്തർ ടേസ്റ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ട് അതെടുത്തിട്ട്. അങ്ങനെ നമ്മൾ ഇനി ചോറുണ്ണാനുള്ള പരിപാടിയിലാണ്.
അപ്പോൾ നമുക്കിത് ഒരു ബൗളിലേക്ക്, ആ സെയിം ബൗളിലേക്ക് തന്നെ മാറ്റി വെക്കും കേട്ടോ. എന്നിട്ട് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കണം. ഫുള്ള് ഈ തേങ്ങേൻ്റെതൊക്കെയാണ്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ട് ചോറ് കഴിക്കണം. ഇതാണ് പരിപാടി. അപ്പോൾ നമ്മളവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ചോറെടുത്ത് കഴിക്കാം. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്മീൻ കോക്കനട്ട് ഫ്രൈ. ചെമ്മീൻ കോക്കനട്ട് ഫ്രൈ. അപ്പോൾ നമ്മൾ കുറച്ച് ചോറ് എടുക്കുന്നുണ്ട്. അതിലേക്ക് ചെമ്മീൻ നല്ല തേങ്ങ അരച്ചിട്ട്, നമുക്കിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ വെച്ചത്, കാരണം നാളത്തേക്കും വേണ്ടതാണ്. നാളെ വറ്റിച്ചിട്ട് നമ്മൾ കൂട്ടും. അപ്പം നാളത്തെയും കൂടെ വേണ്ട കുറച്ച് ലൂസായിട്ടാണ് വെച്ചത്. അപ്പോൾ ചെമ്മീൻ കറി, നല്ല വലിയ ചെമ്മീനായിരുന്നു. ചെമ്മീൻ കറി എടുത്തു. അതിലേക്ക് ചെമ്മീൻ ഈ കോക്കനട്ട് ഫ്രൈ അതുകൂടി ഇടുന്നുണ്ട്. 2-3 ചെമ്മീനൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ